കാലഘട്ടത്തിൽ ആ ദൃശ്യങ്ങൾ, അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ, അവർ പറഞ്ഞ പ്രതികരണങ്ങൾ, അതെല്ലാം കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ കെട്ടിടത്തിന്റെ ബലക്ഷയം അത് പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ കളക്ടർ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പുറംമോടി മാത്രം വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടുകളല്ല വേണ്ടത്. ഇവിടെ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ തിരുത്താൻ പാർട്ടി തയ്യാറാകണം. അവരെ തിരുത്താൻ തയ്യാറാകാതെ ഇപ്പോൾ രാജി ആവശ്യം ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ഇപ്പോൾ നേരത്തെ ഉണ്ടായിട്ടുള്ള രാജികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അഴിമതി ആരോപണം, അല്ലെങ്കിൽ ലൈംഗിക ആരോപണം, അതുപോലെ തന്നെ ഐസ്ക്രീം, പിന്നെ അതുപോലെ തന്നെ ഭൂരിപക്ഷം തെളിയിക്കാനാകാതെ, പിന്നെ പരസ്പരമുള്ള കാലുവാരൽ, അങ്ങനെ ആഭ്യന്തര തർക്കങ്ങൾ. ഇവിടെ പക്ഷേ ഒരു മന്ത്രിയുടെ വാക്കിലെ പിഴയ്ക്ക് രാജി ആവശ്യപ്പെടുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ ഒരു വാക്കിലുണ്ടായ പിഴ അത്ര വലിയ പ്രശ്നമാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു മനുഷ്യജീവന്റെ വിലയുണ്ട് ആ നാക്കുപിഴയ്ക്ക്, അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ജനരോഷം, പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം, അതെല്ലാം ഈ രീതിയിൽ തുടരുകയാണ് എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് രാജി ആവശ്യപ്പെടേണ്ടി വരും. പക്ഷേ അത് ആവശ്യപ്പെടാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം ഈ സർക്കാർ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഇനിയിപ്പോൾ അവരെ രാജിവെപ്പിച്ച് താഴെ ഇറക്കാൻ, ഇനി അധികാരത്തിലേക്ക് വരാതിരിക്കാൻ, ഇനിയിപ്പോൾ അവർ മത്സരിക്കുകയാണെങ്കിൽ സീറ്റ് കൊടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അതിന് ജനം മുന്നിട്ടിറങ്ങും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന രാജി ആവശ്യം അത് ജനങ്ങളുടെ പക്ഷത്തു നിന്നുള്ളൊരു ആവശ്യമാണ്. അത് ന്യായമാണെന്നാണ് എൻ്റെ അഭിപ്രായം.